മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന എ സുരേഷിനെ പാലക്കാട് മലമ്പുഴ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം. എ സുരേഷുമായി കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തി. തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് എ സുരേഷിന്റെ പ്രതികരണം. സുരേഷിനെ സ്വാഗതം ചെയ്യുകയാണ് കോൺഗ്രസ് നേതാക്കൾ. CPIM-ന്റെ കുത്തക മണ്ഡലങ്ങളിലൊന്നായ മലമ്പുഴയിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. വി.എസ്. അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റും വിശ്വസ്തനുമായിരുന്ന എ സുരേഷുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തി. ഇക്കാര്യം എ സുരേഷും സ്ഥിരീകരിച്ചു. എന്നാൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് എ സുരേഷിന്റെ പ്രതികരണം. കോൺഗ്രസ് ലീഡേഴ്സ് KPCC ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ സംസാരിച്ചിരുന്നു. ഇത് മാത്രമല്ല പല കാര്യങ്ങളും എന്നോട് സംസാരിച്ചിരുന്നു. തൽക്കാലം ഞാനൊരു തീരുമാനം എടുത്തിട്ടില്ല. ഞാനിപ്പോഴും ഒരു ഇടതുപക്ഷ അനുഭാവിയായി തുടരുക തന്നെയാണ്. ഞാനൊരു പാർട്ടിയിലും ചേരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇടതുപക്ഷ മൂല്യങ്ങൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനൊരു പാർട്ടിയിലും ചേരാൻ ഇതുവരെ ഉദ്ദേശിച്ചിട്ടില്ല. സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ പാർട്ടി ഒറ്റക്കെട്ടായി ഇറങ്ങുമെന്ന് കോൺഗ്രസ് നേതാക്കൾ. എന്താണെങ്കിലും സുരേഷിനെ പോലുള്ളൊരു ആൾ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണെങ്കിൽ മലമ്പുഴ മണ്ഡലത്തിലെ UDF-ന്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും തർക്കവുമില്ല. ഉചിതമായിട്ടുള്ള നല്ല ആളുകളെ കണ്ടെത്താൻ ആണ് സമിതി കോൺഗ്രസിൻ്റെ. അവർ തീരുമാനിക്കും ആരാ ഫിറ്റ്. അവർ തീരുമാനിച്ച് ഇന്ന ആളാണെങ്കിൽ ആരെ വന്നാലും ഈ പാർട്ടിക്ക് ആൾ വരുന്നത് സന്തോഷമുള്ളൂ. ആര് വന്നാലും വിരോധമില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മലമ്പുഴയിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു. അപ്രതീക്ഷിത സ്ഥാനാർത്ഥി നീക്കത്തിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ദീർഘകാലമായി CPIM-മായി അകൽച്ചയിലാണ് സുരേഷ്. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.